ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർച്ചന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് പറഞ്ഞാൽ അതൊരു സ്ക്രബാണ്, ഒരു അടിപൊളി സ്ക്രബ്ബ്. ഈ സ്ക്രബിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മുഖത്തെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുവാനും മുഖത്തിന് നല്ല അടിപൊളി തിളക്കം നൽകുവാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് അവിടെ ഇവിടെ കാണുന്ന ചെറിയ ചെറിയ പാടുകളൊക്കെ മായുവാനും ഒക്കെ അടിപൊളിയാണ് ഈ സ്ക്രബ്ബ്. പറ്റുമെങ്കിൽ നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മുഖം എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷന് പോകേണ്ടി വരുമ്പോൾ പെട്ടെന്ന് മുഖത്തിന് തിളക്കം കിട്ടാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാജിക്കൽ ടിപ്പും ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇനിയും ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നും നോക്കാം. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും നോക്കാം. ഓക്കെ. അപ്പോൾ ഈ സ്ക്രബിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അത് കാപ്പിപ്പൊടിയാണ്. അപ്പോൾ കാപ്പിപ്പൊടി ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് മറ്റേ ബ്രൂവിൻ്റെ ₹1 പാക്കറ്റിലെ കോഫി പൗഡറില്ലേ, അതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്കിപ്പോൾ സ്പൂൺ എടുത്ത് അളന്നൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒറ്റ യൂസിന് ഒരു പാക്കറ്റ് മതിയാവും. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കൈവശമുള്ളത് ഫ്രൂട്ട് ഓഫ് ദ എർത്ത് എന്നും പറഞ്ഞൊരു ബ്രാൻഡാണ്. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ കൈവശം ഏതാണോ ഉള്ളത് ആ കാപ്പിപ്പൊടി എടുക്കാം. അപ്പോൾ കാപ്പിപ്പൊടി ഇത് വേണ്ടത് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി മതിയാവും. അപ്പോൾ നെക്സ്റ്റ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാജിക്കൽ ടിപ്പിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സംഭവം, ഹോർലിക്സ്. അപ്പോൾ ഹോർലിക്സ് ഉണ്ടെങ്കിൽ അത് ഏത്, ഇപ്പോൾ ജൂനിയർ ഹോർലിക്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ഉള്ളത് അതായാലും മതി. ഇനിയിപ്പോൾ അഥവാ ഹോർലിക്സ് ഇല്ലെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് പകരം നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഗോതമ്പ് പൊടിയേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടിയത് ഹോർലിക്സ് ഉപയോഗിച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചസാര. അപ്പോൾ ഹോർലിക്സും 1 ടീസ്പൂൺ, പഞ്ചസാര 1 ടീസ്പൂൺ, കാപ്പിപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഓയിൽ. അപ്പോൾ വെളിച്ചെണ്ണ. അത് ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരാണെങ്കിൽ മറ്റെന്താ ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് എടുക്കാവുന്നതാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ സാധാ എല്ലാ ബ്രാൻഡിൻ്റെ വെളിച്ചെണ്ണയും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതെൻ്റെ കൈവശമുള്ളത് ഫ്രൂട്ട് ഓഫ് ദ എർത്തിൻ്റെ എണ്ണയാണ്. അത് നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. നിങ്ങളുടെ കൈവശം ഏതെണ്ണയാണോ ഉള്ളത് അതെടുക്കാം. ഇനി അഥവാ എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ തക്കാളി നീരോ കുക്കുംബർ നീരോ അതുപോലെ തന്നെ തേനോ ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, എണ്ണയ്ക്ക് പകരം വെറും പച്ചവെള്ളവും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സ്ക്രബ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഡെയിലി കുളിക്കുന്നതിന് മുമ്പ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ആഴ്ചയിൽ 2-3 വട്ടം മാത്രമേ ഞാനത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം എപ്പോഴും ക്ലീൻ ആയിരിക്കും. എപ്പോഴും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ പൊടി പടലങ്ങളും അതൊക്കെ നമ്മുടെ മുഖത്ത് അടിഞ്ഞുകൂടുന്ന അഴുക്ക് എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കാപ്പിപ്പൊടി ആണെങ്കിലും എനിക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും എന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഹോർലിക്സ്. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന മാജിക്കൽ ടിപ്പ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷന് പോകണം, പെട്ടെന്ന് മുഖത്തൊന്നും ഇടാനുള്ള സമയവും ടൈമോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കാരണം അപ്പോൾ ഹോർലിക്സ് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ എത്ര അളവാണോ വേണ്ടത് അത്ര അളവ് ഹോർലിക്സ്, അതിൽ ജസ്റ്റ് ഒരു 2-3 തുള്ളി ഓയിലും പിന്നെ നമ്മുടെ പ്ലെയിൻ വാട്ടർ പച്ചവെള്ളവും മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് കലക്കി. എന്ന് വെച്ചാൽ ഒരുപാട് ഇതായിപ്പോയി സ്ക്രബ് ചെയ്യാൻ പറ്റണ പാകത്തിന് വേണം. അല്ലാതെ ഒരുപാട് ലൂസായി പോയാൽ നമുക്കത് സ്ക്രബ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് മുഖം ഒന്ന് വാഷ് ചെയ്ത് നോക്കൂ. അടിപൊളി റിസൾട്ടാണ്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് എനിക്ക് ഗോതമ്പ് പൊടി ഇല്ലാതിരുന്നത് കൊണ്ട് അതിന് പകരം ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ പക്ഷേ കിട്ടിയ റിസൾട്ട് ഗോതമ്പ് പൊടിയേക്കാളും ഒരു സൂപ്പർ റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളിത് എവിടെയെങ്കിലും പോകുമ്പോഴോ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ സ്ക്രബിനുള്ള
എല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ക്രബ് ചെയ്യുമ്പോഴേക്കും താഴെ നിന്ന് മുകളിലേക്ക് വട്ടത്തിലാണ് സ്ക്രബ് ചെയ്യേണ്ടത്. അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് നമുക്കിപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൂക്കിൻ്റെ ഈ പാലം, അതിന് സൈഡിൽ വശങ്ങളിലും, അതുപോലെ നമ്മുടെ താടി, ചുണ്ടിൻ്റെ താഴ്ഭാഗത്തുള്ള ഭാഗം, പിന്നെ മേൽചുണ്ടിൻ്റെ മുകളിൽ. അപ്പോൾ ഇത്രയും സ്ഥലത്താണ് കൂടുതലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാറ്. അപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മൾ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഇരുന്നാലും അതൊരു അഭംഗിയാണ്. നമുക്ക് തന്നെ മുഖത്ത് പിടിക്കുമ്പോഴൊക്കെ തരിതരി പോലെ തോന്നും, ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതൊക്കെ ഉറപ്പായിട്ടും മാറി സ്ക്രബ് യൂസ് ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് കൂടുതലായിട്ടും ഇതുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നല്ലോണം സ്ക്രബ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ഈ പഞ്ചസാര ഇതിലിട്ടിട്ടുള്ളതുണ്ട്, അത് നല്ലോണം ഒന്ന് സ്ക്രബ് ആകുമ്പോഴത്തേക്ക് ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവായി പൊക്കോളും കേട്ടോ. അതുപോലെ ഈ നല്ലോണം സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ ഫേഷ്യൽ ഹെയർ ഉണ്ടല്ലോ, അതും റിമൂവായി പോകാനായിട്ട് നല്ലതാണ്. മൂക്കിൻ്റെ ഈ വശങ്ങളിലാണ് എല്ലാവർക്കും കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് കേട്ടോ, മൂക്കിൻ്റെ മുകളിലും മൂക്കിൻ്റെ ഈ വശങ്ങളിലൊക്കെ. അപ്പോൾ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യണം. അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ ഈ രണ്ട് വശങ്ങളിലും കറുത്ത പാടുകളൊക്കെ വരില്ലേ, അത് മാറാനും നല്ല അടിപൊളിയാണ് കേട്ടോ ഈ സ്ക്രബ്. അപ്പോൾ എല്ലാത്തിനും നല്ലൊരു ഇതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ക്രീമിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ മഴ കാരണം സൗണ്ട് അങ്ങോട്ട് നല്ലോണം അങ്ങനെ ക്ലിയർ ആയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ആ ക്രീമും ഈ സ്ക്രബും ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ സാധാരണ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചുണ്ടിലോ അങ്ങോട്ട് പുരട്ടും കേട്ടോ. ചുണ്ടിൽ നല്ല കറുപ്പ് നിറമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മുടെ ചുണ്ടിൽ പറ്റിയെന്ന് ഒരു പ്രശ്നവുമില്ല. ഹോർലിക്സും കാപ്പിപ്പൊടിയൊക്കെ കൂടിയിട്ട് നല്ല ഒരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വട്ടത്തിലാണ് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത്. വട്ടത്തിൽ സ്ക്രബ് ചെയ്തിട്ടേ ഇരിക്കണം. അപ്പോൾ സ്ക്രബ് ചെയ്തിട്ട് തുടർച്ചയായിട്ട് സ്ക്രബ് ചെയ്ത് പെട്ടെന്ന് പോയി കഴുകരുത്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്നോ 2 സെക്കൻഡ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രീ ആയിട്ട് വിടണം. എന്നിട്ട് പിന്നെയും വീണ്ടും ഒന്നുകൂടി സ്ക്രബ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും നമുക്ക് നമ്മുടെ ചർമ്മത്തിലോട്ട് അങ്ങ് വലിഞ്ഞു എന്ന് തോന്നുമ്പോൾ ജസ്റ്റ് വാട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് കൈമുക്കിയിട്ട് വീണ്ടും സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വാഷ് ഔട്ട് ചെയ്യുമ്പോഴും നല്ലോണം സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മുഖത്ത് രക്തയോട്ടം വർദ്ധിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ നല്ല ഗ്ലോവിങ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കഴുകുമ്പോൾ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വേണം ഇത് കളയാൻ വേണ്ടി മുഖത്തുനിന്ന്. അപ്പം നമ്മുടെ മുഖത്ത് എന്തിട്ടാലും അത് നമ്മുടെ കഴുത്തിലും മുതുകിലും ഒക്കെ കൂടി ഇടാൻ ശ്രദ്ധിച്ചാൽ നല്ലതാണ് കേട്ടോ. കാര്യം വെച്ചാൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ മുഖം പോലെ തന്നെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. അപ്പം പെട്ടെന്ന് മുഖത്തിന് ഒരു നിറം, കഴുത്തിന് വേറെ നിറം, അതൊരു അഭംഗിയല്ലേ. അപ്പോൾ എപ്പോഴും നമ്മളത് കഴുത്തിലൂടെ അപ്ലൈ ചെയ്യണം. അപ്പം ഞാനിത് മോർണിംഗ്
കുളിച്ചപ്പോഴത്തേക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ കഴുത്തിൽ യൂസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ നിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കഴുത്തിനും മുഖത്തിനും കൂടി ചെയ്യണം. അതാണ് പറയുന്നത്. എപ്പോഴും കുളിക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്കിത് കഴുകി കളയാനൊക്കെ എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ ഇത് കഴുത്തിലൊക്കെ പുരട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് വാഷ് ഔട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് ഒരു 15 മിനിറ്റ് വേണ്ട എങ്കിലും സ്ക്രബ് ചെയ്യുക. കുറച്ച് സെക്കൻഡ് നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് വിടുക, വീണ്ടും സ്ക്രബ് ചെയ്യുക, വീണ്ടും വിടുക. അങ്ങനെ അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇത് സ്ക്രബ് ചെയ്യുമ്പോഴാണ് രക്തയോട്ടം വർദ്ധിക്കുന്നതുകൊണ്ട് നല്ല റിസൾട്ട് ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. വെറുതെ നമ്മളിങ്ങനെ മുഖത്ത് ഒരു പാക്ക് ഇട്ട പോലെ വെച്ചിട്ട് പ്രയോജനമില്ല. ഇത് പാക്കല്ല, സത്യം പറഞ്ഞാൽ സ്ക്രബാണ്. പാക്കിൻ്റെ എഫക്റ്റും തരുന്നുണ്ട്, എന്നാലും സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇതാ ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. അത് കൂടുതലുമായിട്ട് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഹോർലിക്സ് ഇടാതെ ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോർലിക്സ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, നല്ല ഗ്ലോ, നേരത്തെ കിട്ടിയതിനേക്കാളും ഇരട്ടി ഗ്ലോ ആണ് കിട്ടിയത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹോർലിക്സ് മസ്റ്റാണ്. ബാക്കി എന്ത് മാറ്റിയെന്ന് പറഞ്ഞാലും ഹോർലിക്സ് മാറ്റരുത് കേട്ടോ. നിങ്ങളിപ്പോൾ ഇത് വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഹോർലിക്സ് മാത്രം വെറും പ്ലെയിൻ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്താലും മതി. ജസ്റ്റ് അപ്പോൾ സ്ക്രബ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ പഞ്ചസാര ചേർക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ നേരത്തെ മുതൽ തന്നെ കാപ്പിപ്പൊടി, വെളിച്ചെണ്ണ, പഞ്ചസാര ഇത് ഞാൻ നേരത്തെ മുതൽ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ അതിൽ വീറ്റ് ചേർത്ത് നോക്കി. അപ്പോഴത്തേക്ക് നല്ല എഫക്റ്റ്, അതൊരു ഫേസ് പാക്കിൻ്റെ എഫക്റ്റ് കൂടി കിട്ടിയതുകൊണ്ട് ഞാൻ പിന്നെ തുടർന്നും ഗോതമ്പ് പൊടി ചേർക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഗോതമ്പ് പൊടി ഒരു ദിവസം ഇല്ലാതെ വന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഹോർലിക്സാണ്. അപ്പോൾ ഇത് എൻ്റെ ചേട്ടൻ്റെ ബ്രദറിൻ്റെ മോൻ്റെയാണ് കേട്ടോ ഹോർലിക്സ്. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അടിപൊളി റിസൾട്ട്. അങ്ങനെയാണ് ചെയ്ത് നോക്കിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.